എട്ടാം പാഠം ഹജർ. ഹജർ എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടുക. ഹജർ കല്ല് തടഞ്ഞേക്കുക. ഒരാളെ മുതലിലുള്ള ഇടപാടുകളൊക്കെ തടഞ്ഞു വെക്കുക. അതാണ് അതിൻ്റെ നിർവചനം. നോക്കുക. ഹുവ മൻഉ തസറുഫിൻ മാലിയിൻ ബി സബബിൻ ഖാസിൻ. പ്രത്യേക കാരണം കൊണ്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ തടഞ്ഞു വെക്കലാണ് അത്. റവദ്ദാറു ഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിച്ചു, ഹദീസ അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറ അല മുആദിൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് തങ്ങളെ കണ്ടുകെട്ടി, അദ്ദേഹത്തിൻ്റെ മുതൽ തടഞ്ഞു വെച്ചു. വ ബാഅ മാലഹു, എന്നിട്ട് ആ മുതൽ വിറ്റു. ഫീ ദൈനിൻ കാന അലൈഹി, അദ്ദേഹത്തിനുണ്ടായിരുന്ന കടത്തിൻ്റെ ആവശ്യത്തിൽ അത് വീട്ടാൻ വേണ്ടി വിറ്റു. വ ഖസ്സമഹു ബൈന ഉറമാഇഹി, അദ്ദേഹത്തിൻ്റെ കടക്കാർക്കിടയിൽ അത് വിഹിതം വെക്കുകയും ചെയ്തു. ഇതാണ് അതിന് തെളിവ്. വമാ ദലീലുൽ ഹജർ മൽ ഹജറു, രണ്ടും നമ്മൾ ഈ പാരഗ്രാഫ് പഠിച്ചു. ഹജറിൻ്റെ നിർവചനമാണ് മൻഉ തസറുഫിൻ മാലിയിൻ ബി സബബിൻ ഖാസ്. ഈ ഹദീസ് അതിന് തെളിവാണ്. അപ്പോൾ മുആദ് തങ്ങളെ മുതൽ കണ്ടുകെട്ടിക്കാണ്ട് റസൂലുള്ള അത് വിറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്ന കടം അതുകൊണ്ട് വീട്ടി അദ്ദേഹത്തിൻ്റെ കടക്കാർക്ക് അത് വീതിച്ചു കൊടുത്തു. ഇനി ആരൊക്കെയാണ് തടഞ്ഞു വെക്കുക? ഹദീസിൽ പറഞ്ഞ് കടം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാളാണ്. ഇനി വേറെ ആരൊക്കെ തടയാൻ പറ്റും? അതാണ് ആരൊക്കെയാണ് കണ്ടുകെട്ടപ്പെടുക. യുഹ്ജറു സ്വബിയു വൽ മജ്നൂനു വൽ മുഫ്ലിസു, മൂന്നാളുകളാണ് കണ്ടുകെട്ടപ്പെടുന്നവർ. കുട്ടിയും, സബിയു കുട്ടി, മജ്നൂന് ഭ്രാന്തൻ, മുഫ്ലിസ് പാപ്പരൻ. ഈ മൂന്നാളുകളെയും ഹജർ ചെയ്യപ്പെടും. ഏതുവരെ? യുഹ്ജറു മജ്നൂനുൻ ഇലാ ഇഫാഖത്തിൻ, ഭ്രാന്തനെ അവൻ്റെ ബോധം തെളിയുന്നത്, ഭ്രാന്ത് തെളിയുന്നത് വരെ അവന് കണ്ടുകെട്ടപ്പെടും. വസബിയുൻ ഇലാ ബുലൂഗിൻ, കുട്ടിയെ അവന് പ്രായപൂർത്തി എത്തുന്നത് വരെയും കണ്ടുകെട്ടപ്പെടും. ഈ പ്രായപൂർത്തി എത്തൽ എങ്ങനെയാണ്? ബി കമാലി 15 സനതൻ ഖമരിയ, ചാന്ദ്രിക വർഷം കൊണ്ട് 15 വയസ്സ് പൂർത്തിയാകൽ കൊണ്ട് ഒന്നുകിൽ. ഔ ബി അലാമാത്തിൽ ബുലൂഗി ബാദ കമാലി 9 സിനീൻ, 9 വയസ്സ് 9 വയസ്സ് പൂർണ്ണമായതിനു ശേഷം, കമാൽ പൂർണ്ണമായതിനു ശേഷം ബുലൂഗിൻ്റെ, അതായത് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ അടയാളങ്ങൾ കൊണ്ടോ എന്ത് ചെയ്യും? പ്രായപൂർത്തി എത്തൽ കൊണ്ട് സബീനെ അതുവരെ ഹജർ ചെയ്യപ്പെടും. ഇപ്പോൾ പ്രായപൂർത്തി എത്താനുള്ളതാണ് ചെയ്യുന്നത്. നമ്മൾ ഇലാമത്ത യുഹജറു സബിയു എന്ന് ചോദിച്ചാൽ ഇലാ ബുലൂഗ്, അത്ര മതി ഉത്തരം. അതേമാതിരി മജ്നൂൻ ഇലാ ഇഫാഖ. പിന്നെ ഈ ബുലൂഗിൻ്റെ രൂപങ്ങളാണ് ഈ രണ്ടും പറഞ്ഞത്. ഒന്നെങ്കിൽ 15 വയസ്സ് അറബി മാസക്കണക്കിന് 15 വയസ്സ് തികയുക, അല്ലെങ്കിൽ 9 വയസ്സിന് ശേഷം ഇന്ദ്രിയം പുറപ്പെടലോ അതേമാതിരി ഹയൽ ഉണ്ടാകലോ പോലത്തെ കാര്യങ്ങൾ കൊണ്ട് പ്രായപൂർത്തിയാവുക. ഇനി വഇദാ ബലഗ സബിയു റഷീദൻ, പ്രായപൂർത്തി എത്തുന്നത് വരെ ഹജർ ചെയ്യപ്പെടുന്ന വന്നത്. പക്ഷെ അവൻ്റെ മുതൽ കൊടുക്കാൻ പറ്റൂലേ? അതിനെന്തൊരു ഒരു കണ്ടീഷനും കൂടി വേണം. തൻ്റെ ഇടമെത്തിയവനാവും വേണം. അപ്പോൾ ഇതാ ബലവസ്വബിയു റഷീദൻ, തൻ്റെ ഇടമെത്തിയവനായി കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ ഒത്തിയമാലഹു, അവൻ്റെ മുതൽ അവന് നൽകപ്പെടും. അപ്പം തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ എന്താ? വറുഷ്ദു, തൻ്റെ ഇടം സ്വലാഹുദ്ദീനി വൽമാലി, ദീനിലും മുതലിലുമുള്ള നന്മയാണ്. അപ്പോൾ മതചിട്ടയിലും അതേമാതിരി സമ്പത്തിലുമുള്ള നന്മയാണ്. അതെങ്ങനെയൊക്കെയാണ്? ഒന്ന് സലാഹുദ്ദീൻ ബി അല്ലാ യഫ്അല മുഹറമൻ യുബ്തിലു അദാലത്തൻ, അദാലത്തിനെ ബാത്തിലാക്കുന്ന വിധത്തിൽ ഹറാമിനെ ചെയ്യാതിരിക്കുക. അദാലത്ത് പറഞ്ഞാൽ നീതി എന്നാണ് വാക്കർത്ഥം. അതായത് അള്ളാഹുവിൻ്റെ നിയമങ്ങളോട് നീതി പുലർത്തുക. ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, ചെയ്യാതിരിക്കാമുള്ളത് ചെയ്യാതിരിക്കുക എന്ന വിധത്തിൽ ഒരു ബോധം ഉണ്ടാക്കുക. അതിനാണ് അദാലത്ത്. ആ അദാലത്ത് അപ്പം അള്ളാഹുവിൻ്റെ നിയമങ്ങളോട് നീതി പുലർത്തലിനെ ബാത്തിലാക്കുന്ന നിലക്ക് ഹറാമ് ചെയ്യാതിരിക്കലാണ് സലാഹുദ്ദീൻ. അത് ഉണ്ടാകൽ കൊണ്ടാണ് ഒന്ന് റുഷ്ദ്. പിന്നെ സലാഹുൽ മാലി എന്ന വബി അല്ലാ യുബദ്ദിറ ബി തളിയി എൽ മാലി, ദുർവ്യയം ചെയ്യാതിരിക്കലാണ്, ദൂർത്തടിക്കാതിരിക്കലാണ്. എങ്ങനെ? ബി തളിയി ഇൽ മാലി, ദൂർത്തടിക്കൽ 2 രൂപത്തിൽ.
ഒന്നെങ്കിൽ മുതൽ നഷ്ടപ്പെടുത്തുക, ബെഹ്തിമാലി റബനിൻ ഫാഹിഷിൻ ഫിൽ മുആമലാത്തി, ഇടപാടുകളിൽ വളരെ മോശമായ രൂപത്തിലുള്ള വഞ്ചന സാധ്യമാകുന്ന രൂപത്തിൽ അവന് മുതലിൽ നഷ്ടപ്പെടുക. അതായത് അവന് കാര്യബോധം ഇല്ലാതിരുന്നിട്ട് ആ മുതൽ അവന് വേണ്ട രൂപത്തിൽ നല്ല നഷ്ടങ്ങളും അതേപോലെ തന്നെ പിന്നെ അനുവദനീയമല്ലാത്ത രൂപത്തിലൊക്കെ അതിനെ ചെലവഴിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുക. അതായത് ഓനെ പൊട്ടത്തരം കൊണ്ട് ഓൻ്റെ ഇതിൽ നിന്ന് പൊട്ടത്തരം കാണിച്ചിട്ട് അവനിൽ നിന്ന് വലിയ കനത്ത നഷ്ടം വരിക, അല്ലെങ്കിൽ കൊള്ളലാഭം എടുക്കുക എന്ന രൂപത്തിലൊക്കെ വരാം. അപ്പോൾ മോശമായ രൂപത്തിലുള്ള വഞ്ചനക്ക് സാധ്യമാകുന്ന രൂപത്തിൽ മുതൽ നഷ്ടപ്പെടുത്തൽ കൊണ്ടും ദുർവ്യയം നടത്തുക. അല്ലെങ്കിൽ ഇൻഫാഖിഹി ഫി മുഹറം, മുതൽ ഹറാമായ മാർഗത്തിൽ ചെലവഴിക്കൽ കൊണ്ടോ, കുറച്ചാണെങ്കിലും കുറേയൊന്നും വേണ്ട, ഹറാമായ മാർഗത്തിൽ ചെലവഴിക്കൽ കൊണ്ടോ ഇടപാടുകളിൽ മോശമായ രൂപത്തിലുള്ള വഞ്ചനക്ക് സാധ്യമാകൽ കൊണ്ടോ മുതൽ നഷ്ടപ്പെടുത്തൽ കൊണ്ട് ദുർവ്യയം നടത്തുക എന്നതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ദുർവ്യയം നടത്തൽ കൊണ്ടും എന്ത് ചെയ്യും, ദീനിനുള്ള സലാഹ് നഷ്ടപ്പെടും. അങ്ങനെ നടത്താതിരിക്കൽ കൊണ്ടാണ് സലാഹുൽ മാല് എന്ന് പറയുന്നത്. ആ സലാഹു മാലും ഉണ്ടാകുക. ഇത് രണ്ടും ഉണ്ടായാൽ അവനെന്ത് ചെയ്യുക, കുട്ടിക്ക് തൻ്റെ മുതൽ കൊടുക്കാം. ഇല്ലെങ്കിൽ അവൻ്റെ മുതൽ കൊടുക്കാൻ പാടില്ല. പൊട്ടത്തരം കാണിക്കുന്ന ആളാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവന് ദീനി ചിട്ടൊന്നുമില്ല, തോന്നിയ രൂപത്തിലൊക്കെ ചെലവഴിക്കുന്നൊരവസ്ഥ നടക്കുന്ന രൂപത്തിലാണെങ്കിലും കൊടുക്കാൻ പാടില്ല. കാരണം ഹറാമിന് ആ മുതൽ അവൻ ചെലവഴിക്കുന്ന അവസ്ഥ വരും എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത് വബഅദ ഇഫാഖത്തിൽ മജ്നൂനി വബുലൂഗി സ്വബിയ്യി വലൗ ബിലാ റുഷ്ദിൻ. ഇപ്പോൾ റുഷ്ദെത്തിയാലേ കുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് മുതൽ കൊടുക്കാൻ പാടുള്ളൂ. ഭ്രാന്തന് ബോധം തെളിഞ്ഞതിന് ശേഷം, അതേപോലെ തന്നെ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയതിന് ശേഷം, തൻ്റെ ഇടം എത്തിയിട്ടില്ലെങ്കിലും യസിഹുൽ ഇസ്ലാമും, മുസ്ലിം ആകൽ ശരിയാവും. അതിന് മുമ്പ് ശരിയാവില്ല. മുസ്ലിം ആകാൻ തൻ്റെ ഇടം വേണമെന്നില്ല, കുട്ടി പ്രായപൂർത്തി എത്തിയാൽ മതി. അതേപോലെ തന്നെ കുട്ടി അവന് തൊലാക്ക് ചെല്ലാൻ, ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ച ആളാണ്, പ്രായപൂർത്തി എത്തിയാലും അവന് തൊലാക്കല്ല. അതേപോലെ തന്നെ പൈസ കൊടുത്തിട്ട് തൊലാക്കില്ല, അതിനാണ് ഹുൽ എന്ന് പറയാം. എന്തെങ്കിലും ഇവള് കൊടുത്തുകാണ്ട് തൊലാക്കില്ല, അതും അവന് പറ്റും. റുഷ്ദെത്തിയിട്ടില്ലെങ്കിലും പ്രായപൂർത്തി എത്തിയാൽ പറ്റുന്നതാണ്. വലാ യസിഹു തസറുഫുൽ മാലിയു ഇല്ലാ ബഅദ റുഷ്ദി. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ റുഷ്ദെത്തിയതിന് ശേഷമല്ലാതെ ശരിയാവൂല, റുഷ്ദെത്തിയാലേ പറ്റുള്ളൂ. വ അമ്മൽ മുഫ്ലിസു, അപ്പം ഇനി പാപ്പരൻ എന്ന് പറഞ്ഞാൽ വഹുവ മൻ അലൈഹി ദൈനുൻ ഹാലുൻ സായിദുൻ അലാ മാലിഹി. അവനൊരുത്തനാണ്, അവനുണ്ട് ദൈനുൻ ഹാലുൻ, അവധി എത്തിയതായ കടമുണ്ട്, സായിദുൻ അലാ മാലിഹി, തൻ്റെ മുതലിനേക്കാളും കൂടുതലായ അവധി എത്തിയ കടമുള്ള ഒരുത്തനാണ് മുഫ്ലിസ്. ഫയുഹ്ജറു അലൈഹി, അവൻ്റെ മേൽ ഹജ്ർ ചെയ്യപ്പെടും. ബി തൊലബിഹിൽ ഹജ്റ അലാ നഫ്സിഹി, സ്വയം അവന് തന്നെ ഹജ്ർ ചെയ്യണം, തൻ്റെ മുതൽ കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെടൽ കൊണ്ട്. ഹജ്ർ അലാ നഫ്സിഹി, സ്വന്തത്തിൻ്റെ മേൽ ഹജ്ർ ചെയ്യാൻ ഓ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ബി തൊലബി ഉറമായി, ഓ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, ഓൻ ഒരുപാട് കടക്കാരുണ്ട്, ഇനി ഓന അങ്ങനെ വിട്ടേച്ചാൽ ഓ ബാക്കിയുള്ള മുതലും കൂടി ചിലവഴിക്കുന്ന പേടിച്ചിട്ട് കടക്കാർ വന്നിട്ട് കാളിയുടെ അടുക്കലേക്ക് ആവശ്യപ്പെട്ടാൽ അവനെ ഹജ്ർ ചെയ്യപ്പെടും. അപ്പോൾ ഉറമ വരീമുഞ്ചം ഉറമ കടക്കാർ. അപ്പോൾ കടക്കാർ ആവശ്യപ്പെടൽ കൊണ്ടോ സ്വന്തം ഹജ്റിനെ ആവശ്യപ്പെടൽ കൊണ്ടോ അവൻ്റെ മേൽ ഹജ്ർ ചെയ്യപ്പെടും. അങ്ങനെ ഹജ്ർ ചെയ്താൽ വബിൽ ഹജ്രിയ തഅല്ലഖു ഹഖുൽ ഉറമായി ബിമാലിഹി, കടക്കാരായ ആളുകളുടെ ബാധ്യത, അവർക്കുള്ള അവകാശം ഇവൻ്റെ മുതലുമായി ബന്ധിക്കും. ഹജ്ർ ചെയ്താൽ പിന്നെ ഓൻ്റെ മുതലേറ്റും കടക്കാർക്കും ബന്ധമുണ്ടാകും. അപ്പോൾ ഫലാ യസിഹു തസറുഫുഹു ഫീഹി ബിമാ യദുറുഹു, അങ്ങനെ അവർക്ക് ബന്ധം വന്നാൽ പിന്നെ ഓല മുതലും കൂടിയായി മാറി. അപ്പോൾ ഓനെന്ത് ചെയ്യാൻ പറ്റൂല, അതിൽ നിന്ന് ആ കടക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതായ നിലക്കുള്ള ഒരു ഇടപാടും അവന് ശരിയാവില്ല, ഒരു ഇടപാടും നടത്തിയാൽ ശരിയാവില്ല. ഇതുപോലെയൊക്കെ വഖഫിൻ, അവൻ വഖഫ് ചെയ്തു, അവൻ്റെ ഭൂമി കുറച്ച് ഭൂമിയാണ് വഖഫ് ചെയ്തു, പക്ഷെ അത് കണ്ടുകെട്ടിയ മുതലാണെങ്കിൽ അത് വഖഫ് ചെയ്തിട്ട് കാര്യമില്ല, അത് ശരിയാവില്ല. ഹിബത്തിൻ, അതേമാതിരി ഹിബത്ത് അവൻ വെറുതെടുത്തു, അതും ശരിയാവില്ല. വലാ ബൈഉഹു, അതിനെ വിൽപ്പന നടത്തലും ശരിയാവില്ല. എത്രത്തോളം, വലൗ ലിഉറമാഇഹി ബിദൈനിഹിം, ഈ കൂട്ടത്തിൽപ്പെട്ട കടക്കാരിൽപ്പെട്ട ഒരാളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ കൊടുക്കുന്നതെങ്കിലും ശരിയാവില്ല. ബിഗൈരി ഇതിനിൽ കാളിയുടെ സമ്മതം കൂടാതെ.
അപ്പോൾ കണ്ടു കെട്ടിയാൽ പിന്നെ അവന് വിൽപ്പന നടത്തണമെങ്കിലും വഖഫ് ചെയ്യണമെങ്കിലും ഹിബത്ത് കൊടുക്കണമെങ്കിലും വെറുതെ കൊടുക്കണമെങ്കിലും ഒക്കെ ഖാദിയുടെ സമ്മതം ഉണ്ടായാലേ പറ്റുള്ളൂ. അല്ലാതെ അവൻ ഒരു ഇടപാടും നടത്തിയാൽ ആ ഇടപാടൊന്നും ശരിയാവില്ല. ഖാദിയുടെ കയ്യാവകാശം അതിൽ വന്നു, മേൽനോട്ടം അതിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി വയുബാദറു ഖാദിൻ, ഖാദി പെട്ടെന്ന് ഉളരണം, വേഗത്തിൽ ചെയ്യണം. എന്ത്? ബിബൈ ഇമാലിഹി, അവൻ്റെ മുതൽ വിൽപ്പന നടത്തിക്കണം. അപ്പോൾ ഖാദി അവൻ്റെ മുതൽ പെട്ടെന്ന് വിൽക്കണം. എങ്ങനെ? ബി ഹലറത്തിഹി മാ ഉറമാഇഹി, അവൻ്റെ കടക്കാരോടൊപ്പം അവൻ്റെ സാന്നിധ്യത്തിൽ. കടക്കാരും വിളിച്ചു കൂട്ടണം, അവനെയും അവൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ കടക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കാണ്ട് പെട്ടെന്ന് അത് വിൽപ്പന നടത്തണം. എന്നിട്ട് കസ്സമ സമനഹു ബൈനഹും, ഓൽക്കറിൻ്റെ ആനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കുകയും വേണം. കസ്സമ വീതിക്കണം, സമനഹു അതിൻ്റെ വിലയെ, ബൈനഹും അവർക്കിടയിൽ. വലിയ ഖാദിൻ, ഖാദിയർക്കുണ്ട് ഇക്രാഹു മുംതനിഇൻ മിനൽ അദാഇ, കടം കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടും വീട്ടാൻ വിസമ്മതിക്കുന്ന ആളെ വീട്ടാൻ വേണ്ടി നിർബന്ധിക്കാവുന്നതാണ്. വലിയ ഖാദിൻ, ഖാദിക്കുണ്ട് ഇക്രാഹു നിർബന്ധിക്കലുണ്ട്, മുംതനിൻ വിസമ്മതിക്കുന്നവനെ, മിനൽ അദായി കടം വീട്ടുന്നതിൽ നിന്ന്. എങ്ങനെ? ബിൽ ഹബ്സി വഗൈരിഹി മിൻ അൻവായി തഅ്സീരി, ഒന്നെങ്കിൽ തടവിലിടൽ കൊണ്ട്, വൈരി അതല്ലാത്ത ശിക്ഷയുടെ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ശിക്ഷകൾ കൊണ്ട്. തഅ്സീർ എന്ന ശിക്ഷ, മറ്റു വല്ല ശിക്ഷാ നടപടികൾ കൊണ്ട്, ഒന്നെങ്കിൽ ബന്ധനത്തിലിടുക അല്ലെങ്കിൽ മറ്റു വല്ല ശിക്ഷാ നടപടികൾ കൊണ്ട് അവനെ കടം വീട്ടാൻ വേണ്ടി നിർബന്ധിക്കാവുന്നതാണ്. വമൻ ബാഅ ശൈഅൻ, ആരെങ്കിലും ഒരു വസ്തു വിൽക്കുകയും, അടുത്ത വിഷയം, ഒരു വസ്തു വിറ്റു. വമൻ, ഒരുത്തൻ, ബാഅ ശൈഅൻ, ഒരു സാധനം വിറ്റു. വലം യഖ്ബിദ് സമനൽ ഹാല, അവധി എത്തിയതായ അതിൻ്റെ വിലവും കൈപ്പറ്റിയിട്ടില്ല. ജനുവരി 8-ാം തീയതിയാണ് ഓന് പിന്നെ അവധി പറഞ്ഞിരുന്നത്. അങ്ങനെ 8-ാം തീയതി ആയിട്ടും കടം കൊടുത്തപ്പോൾ ഒരു കാറ് വിറ്റു. ആ കാറ് വിറ്റപ്പോൾ ആ കാറിന് 50,000 ഉറുപ്യ അടുത്ത 8-ാം തീയതി തരാ എന്ന് പറഞ്ഞു. ജനുവരി 8-ാം തീയതി തരാ എന്ന് പറഞ്ഞു. അപ്പം ഇന്നിപ്പോൾ ജനുവരി 8-ാം തീയതി ആയല്ലോ. ഈ ജനുവരി 8-ാം തീയതി ആയപ്പം ഇയാൾ കൈപ്പറ്റിയിട്ടില്ല. അങ്ങനെ ഹത്താ യുഹ്ജറ അലൽ മുസ്തരി, അങ്ങനെ ഇയാളെന്ത് ചെയ്തു? ഈ മുസ്തരി കാറ് വാങ്ങിയ മനുഷ്യൻ എന്ത് ചെയ്തു? മുഹമ്മദാണ് എൻ്റെ അടുത്ത് നിന്ന് കാറ് വാങ്ങിച്ച, ആ കാറ് വാങ്ങിയ ഓനെ എന്ത് ചെയ്തു? ഹജർ ചെയ്തു. അപ്പോൾ അവധിയെത്തിയ കടം കൈപ്പറ്റാതെ അങ്ങനെ ചെയ്തു ഓനെ തടവിലിടാൻ കണ്ടുകെട്ടാനുള്ള കാരണം എന്താ? ബി ഫൽസിൻ, ഓൻ പാപ്പരായത് കാരണം. അങ്ങനെയാണെങ്കിൽ ഫലഹു ഫസ്ഖുൽ ബൈഇ, ഇപ്പോൾ എനിക്കെന്ത് ചെയ്യാം? ആ കച്ചവടം നടത്തിയ കാറിൻ്റെ കച്ചവടം ഒഴിവാക്കാവുന്നതാണ്. വസ്തിർദാദുൽ മബീഇ, ആ വിറ്റതായ കാറ് മടക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടാവുന്നതുമാണ്. മടക്കി ചോദിക്കുക, തിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇസ്തിർദാദ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫൗറൻ, പെട്ടെന്ന് തന്നെ. മുമ്പത്തെ പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞാണ് ഇസ്തിർദാദ്. അപ്പോൾ ഫൗറൻ, വളരെ വേഗത്തിൽ അത് മടക്കിത്തരാൻ വേണ്ടി ആവശ്യപ്പെടണം, പിന്തിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ അവിടെ തന്നെ നോട്ടറിഞ്ഞാണ്ട് കാത്തുന്നാൽ അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകും. ഇൻ കാനൽ മുസ്തറ ബാക്കിയം ഫി മിൽക്കിഹി, ആ വിൽക്കപ്പെട്ട വസ്തു, ഈ കാറ് അവൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ബാക്കിയായിട്ടുണ്ടെങ്കിൽ, അവിടെ ഉണ്ടെങ്കിൽ, ശേഷിക്കണമെങ്കിൽ പിന്നെ അവൻ്റെ അടുത്തുനിന്ന് വാങ്ങാൻ കഴിയൂലല്ലോ. അതേപോലെ തന്നെ വലം യതഅല്ലഖ ബിഹി ഹഖ്ഖുൻ ലാസിം, നിർബന്ധമായ മറ്റൊരു ബാധ്യത അതുമായി ബന്ധിച്ചിട്ടില്ലെങ്കിൽ, ഓൻ ആ കാറ് വേറാക്കി വിറ്റുക്കണു, അങ്ങനെയാണെങ്കിലും പറ്റൂല. അവൻ്റെ മിൽക്ക് തന്നെ അതുണ്ട്, അല്ലെങ്കിൽ അതുമായി വേറൊരാളെ വിറ്റിട്ട് ഇത് കണ്ട് ഇങ്ങനെ കച്ചവടം പറഞ്ഞു വെച്ച അവസ്ഥയിലാണെങ്കിലും പറ്റൂല. അപ്പം അങ്ങനെ വേറൊരാളുടെ ബാധ്യത അതുമായി ബന്ധിച്ചിട്ടില്ല, അവൻ്റെ മിൽക്കിൽ ആ സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവനെ ഹജർ ചെയ്തതോടുകൂടെ അത് ഓന് തിരിച്ചു വാങ്ങാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ ആ മുതലും കൂടിയും പിന്നെ ഓൻ്റെ മുതലായിട്ട് കണ്ടുകെട്ടപ്പെട്ടാൽ അതിന് ഇവന് നഷ്ടം വരും, ആ മുതൽ ബാക്കിയുള്ളവർക്കാ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരും. പൂർണ്ണമായിട്ട് അവൻ്റെ അവകാശം കിട്ടാൻ വേണ്ടി ഇസ്ലാം അങ്ങനെ അനുവദിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ തംരീനാത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മൽ ഹജ്റു, ഹജ്ർ എന്ന് പറഞ്ഞാൽ എന്ത്? ഹുവ മൻഉ തസറുഫിൻ മാലിയിൻ ബിസബബിൻ ഖാസിൻ, നമ്മൾ പഠിച്ചതാണ്. മൻ യുഹ്ജറു, ആരൊക്കെയാണ് ഹജ്ർ ചെയ്യപ്പെടുക? യുഹ്ജറു സബിയു വൽ മജ്നൂനു വൽ മുഫ്ലിസു. ഇലാ മത്താ യുഹ്ജറുൽ മജ്നൂനു? ഇലാ ഇഫാഖത്തിൻ. എത്ര പറഞ്ഞാലാണ് നമ്മൾ. ഇലാ മത്താ യുഹ്ജറു സബിയു? ഇലാ ബുലൂഗിൻ. മനിർ റഷീദു, ആരാൻ തൻ്റെ ഇടമുള്ളവൻ? ഇവിടെ റുഷ്ദിൻ്റെ നിർവചനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം? മൻ ലഹു സലാഹുദ്ദീനി വൽ മാലി, ദീനിലെയും അതുപോലെ തന്നെ മുതലിലെയും സലാഹുള്ള ആളാണ് റഷീദ്. മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മൻ അലൈഹി ദൈനുൻ ഹാലുൻ സായിദുൻ അലാ മാലിഹി, തൻ്റെ മുതലിനേക്കാളും കൂടുതലായ അവധിയെത്തിയ കടമുള്ളവൻ.
മത്തായോ തസ്സബിയു മാലഹു, കുട്ടിക്ക് എപ്പോഴാണ് തൻ്റെ മുതൽ കൊടുക്കപ്പെടുക? ഇദാ ബലഗസ്സബിയു റഷീദൻ, തൻ്റെ ഇടമെത്തിയവനായി കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ. മത്തായി ജൂസ് ഫസ്ഖുൽ ബൈ വസ്തിർദാദുൽ മബിയ്, വിറ്റ സാധനം പിന്നെ കച്ചവടം ഒഴിവാക്കിയിട്ട് വിറ്റ സാധനം തിരിച്ചു വാങ്ങാം. അതെപ്പോഴാണ്? അതായത് മൻ ബാഅ ഷൈഅൻ വലം യഖ്ബിലി തമനൽ ഹാല ഹത്താ യുഹ്ജറ അലൽ മുഷ്തരി ബിഫൽസിൻ ഫലഹു ഫസ്ഖുൽ ബൈ വസ്തിർദാദുൽ മബിയ. അതായത് ഒരാളൊരു സാധനം വിൽക്കുകയും അതിൻ്റെ അവധി എത്തിയതായ പൈസ വാങ്ങുന്നതിൻ്റെ മുമ്പ് അവനെ കണ്ടുകെട്ടപ്പെടുകയും ചെയ്താൽ ആ സാധനം അവൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അവൻ ബൈ ഫസ്ഖ് ചെയ്ത് കണ്ട് തിരിച്ചു വാങ്ങാവുന്നതാണ്. വസ്തിർദാദുൽ മബി ഇൻകാനൽ മുസ്തഖ ബാക്കിയം ഫി മിൽക്കി വലം യതഅല്ലഖ ബിഹി ഹഖ്ഖുൻ നാസിമൻ. ഏറ്റവും ലാസ്റ്റിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹദീസ് ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറ അലാ മുആദ് റളിയല്ലാഹു തആല അൻഹു എന്ന് തുടങ്ങുന്ന ഹദീസ് ബൈന റമാഇഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ തർജ്ജമ ചെയ്യാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് തങ്ങളെ മുതൽ കണ്ടുകെട്ടുകയും എന്നിട്ട് അതിനെ തൻ്റെ കടത്തിൻ്റെ ആവശ്യത്തിൽ വിൽപ്പന നടത്തുകയും അത് തൻ്റെ കടക്കാർക്കിടയിൽ വിഹിതം വെക്കുകയും ചെയ്തു എന്നത് ഹദീത്താണ്. ഇഫാഖത്ത് ബോധം തെളിയ, റഷീദ് തൻ്റെ ഇടമെത്തിയവൻ, താസീർ ശിക്ഷ, തളിയെ നഷ്ടപ്പെടുത്തുക, ഹജർ കണ്ടുകെട്ടുക തടഞ്ഞു വെക്കുക, ഇസ്തിർദാദ് മടക്കി ആവശ്യപ്പെടുക.